ശ്രീദേവിയെ ചോദ്യം ചെയ്യുന്ന ശ്രീറാം ചന്ദ്രശേഖർ. ഇതെന്താ സാധനം? അത് ട്രോഫിയുടെ സർ. അവിടുത്തെ തെരച്ചിലിനിടയിൽ ഒരു പൊട്ടിയ കണ്ണട ശ്രീറാം ചന്ദ്രശേഖരൻ ലഭിക്കുന്നു. ഭദ്രയെയും ഗീതികയെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നു. ജൂഡിന്റെ മരണത്തെപ്പറ്റി ഭദ്രയോടും ഗീതികയോടും ചോദിക്കുന്ന ഡിവൈഎസ്പി. കറണ്ട് ഇല്ലായിരുന്നു, അമ്മയും മോളും കൂടി ഈ റൂമിനകത്ത് കയറി. പിന്നെന്താ സംഭവിച്ചത്? ജൂഡിനെ എപ്പോഴാ അന്ന് മാഡം അവസാനമായിട്ട് കണ്ടത്? തുടർന്ന് കാണുക. ജൂഡിനെ എപ്പോഴാ അന്ന് മാഡം അവസാനമായിട്ട് കണ്ടത്? ഞാൻ ജൂഡിനെ അന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തധികം പോയില്ല. അവിടെ നിന്ന് പാടുന്നത് കണ്ടു. അങ്ങനെ ഞാൻ അവസാനം കണ്ടത്. പിന്നെ കണ്ടിട്ടേയില്ല? ജീവനോടെയും അല്ലാതെയും? ഇല്ല, കണ്ടില്ല. ഓക്കേ, അപ്പോൾ അതും വിട്ടു. എത്ര ദിവസം മുമ്പാ നിങ്ങൾ ഇവിടെ അന്ന് ഫംഗ്ഷന് വന്നത്? ഞങ്ങള് തലേ ദിവസമാ വന്നത്. തലേ ദിവസം അല്ലേ? ആ ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഈ വീട്ടിൽ അന്തി ഉറങ്ങുന്നത്, ശരിയല്ലേ? ശരിയാണ്. അന്ന് എന്തു പറ്റി നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ? എല്ലാവരും നിർബന്ധിച്ചു. നല്ലൊരു കാര്യത്തിന് ഞാനായിട്ട് മാറി നിൽക്കുന്നത് നല്ലതല്ലെന്ന് തോന്നി. അതാ ഞാൻ വന്നത്. ഓക്കെ, അപ്പോ ഓപ്പണായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജൂഡിന് എന്തു പറ്റിയെന്ന മാഡത്തിന്റെ ഒരു വിചാരം? അല്ല, ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ വന്ന് ജലദോഷമായിട്ടിരുന്ന മുറി, നിങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങിയ മുറി, നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച ഈ ബാത്റൂം, ഇവിടെയാണ് അന്ന് കറണ്ട് പോയി കഴിഞ്ഞുള്ള ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജൂഡ് സേവ്യർ കൊല്ലപ്പെട്ടത്. നേരം വെളുക്കുന്നതിനിപ്പുറം അവന്റെ ബോഡി ആരോ കായൽ തീരത്ത് കൊണ്ടിടുകയും ചെയ്തു. അപ്പൊ നിങ്ങളറിയാതെ ഇവിടെ ഈ റൂമിൽ വെച്ച് അവൻ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ഊഹിക്കണ്ടേ? അതിനുള്ളൊരു ബാധ്യത നിങ്ങൾക്കില്ലേ? എനിക്കൊന്നും അറിയില്ല സർ, ഒന്നും അറിയില്ല. അന്ന് രാത്രി റൂമിൽ വന്നു കിടന്ന് ഉറങ്ങിപ്പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളിങ്ങ് പോരുകയും ചെയ്തു. നിങ്ങളുടെ മരുമോനായിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു അംഗമാകേണ്ടവനായിരുന്നു അവൻ. മരുമോനെന്ന് പറഞ്ഞാ മോന് തുല്യ. അവന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് കൂടി തോന്നണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. എന്താ നിങ്ങളുടെ വിചാരം? എന്തായിരിക്കും ജൂഡിന് സംഭവിച്ചത്? എനിക്കറിയില്ല സർ, എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. മാറാൻ ചെന്നാട്ട് ചെല്ലണം. ഭദ്ര മാഡം, മാഡത്തിന്റെ ഈ കണ്ണട, ഇത് പവർ ഗ്ലാസാ? അതെ. എത്രയാ പവർ? 0.75. ലോങ് സൈറ്റ് അല്ലേ? അപ്പൊ 1-2 ദിവസം ഈ കണ്ണട ഇല്ലേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, നടക്കട്ടെ.
സുരേഷേ വാ. ആ എന്തായി മീനിന്റെ കാര്യം? ഇത്തിരി സമയം കൂടി തരികയാണെങ്കിൽ ഉടനെ എത്തിക്കായിരുന്നു. ആ അപ്പൊ ഉഴപ്പിയതാ, മനസ്സ് വയ്ക്കാഞ്ഞിട്ടാ. ഇതിപ്പോ ഞാനിവിടെ കുറെ സമയം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ കൊണ്ടുവരാഞ്ഞത്? പറഞ്ഞില്ലായിരുന്നു, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഓ ഞാനതങ്ങ് മറന്നു. എന്താ പേര്? പൊന്നാടൻ. ഏ പൊന്നാടൻ. പൊന്നാടൻ നീ വന്നേ. ഓ എന്റെ സ്ഥലം പൊന്നാട സാറേ. ഓ വേഗം വാ. നല്ല മസിലൊക്കെ ആണല്ലോ. പണ്ട് ഇതിലും കൂടുതലായിരുന്നു. ആണോ? പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചാ അതെനിക്ക് ഒപ്പിച്ചു തരൂ? എന്താ സാറേ? ഇച്ചിരി വാറ്റുചാരായം കിട്ടൂ? വാറ്റുചാരായോ? ഓ പാവം, കേട്ടിട്ടേയില്ല. മിടുക്കനാ കേട്ടോ, മുഖത്തെഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ നിർത്തി സാറേ, അതൊക്കെ പണ്ടായിരുന്നു. ചുമ്മാ ഡീസന്റ് ആവല്ലേ പൊന്നാടനണ്ണ. ഞാനേ എക്സൈസ് ഒന്നുമല്ല, ഒരു സാധാ പോലീസുകാരനാ. എനിക്ക് ഇച്ചിരി സാധനം കിട്ടിയേ തീരും. സാറ് കഴിക്കല്ലേ? എത്തിക്കാം, ഞാൻ എത്തിക്കാം. സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. മിടുക്കൻ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയണം. എന്താ സാറേ? വാ. അന്നിവിടെ പാട്ടും ഡാൻസും പാർട്ടിയൊക്കെ നടന്ന ഓർമ്മയുണ്ടോ? പിന്നെ ആ രാത്രി അക്കരെ കടവില് ഒരു കാർത്ത കാറ് വന്നു പോയില്ലേ? വന്നായിരുന്നു, നമ്മുടെ അക്കാരി സാറിന്റെ. ഓ മെറ്റിൽഡ മുകുന്ദൻ. പിന്നെ എനിക്കറിയാവുന്നതല്ലേ പുള്ളിയെ. നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടോന്നാ, എന്റെ വെള്ളത്തിൽ കയറി തെക്കേക്കര ഭാഗത്തേക്ക് വിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയത്? തെക്കേക്കരക്ക്. അവര് ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയില്ലേ? ഇല്ല, വള്ളത്തിൽ കയറിയപ്പോ തന്നെ പടിഞ്ഞാറക്കരയിൽ എന്താ പാട്ടും കൂത്തുന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, തെക്കേക്കര കൊണ്ട് ആക്കുകയും ചെയ്തു. വേറെ ആരെങ്കിലും വള്ളത്തിലുണ്ടായിരുന്നോ? വേറെ ആളൂടെ ഉണ്ടായിരുന്നു. ബാറിൽ വെച്ച് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പേരെനിക്കറിയില്ല. വള്ളത്തിൽ വെച്ച് അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? എന്തോ സംസാരിച്ചു തോന്നുന്നു, പക്ഷേ ഒന്നും വ്യക്തമായി കേട്ടില്ല. എന്താ കേക്കാത്തെ? ഞാനൊരു അരക്കുപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരെത്ര മണിക്കാ പൊന്നാടന്റെ വള്ളത്തിൽ കയറിയത്? അത് സമയം കിഴക്കേക്കരയിൽ ലാസ്റ്റ് പുഞ്ചിരി ബസ്സേ 9:30. അതിന്ന് ആളിറങ്ങുന്നത് നോക്കി ഞാൻ കടവിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് പോയില്ലേ? അത് പിന്നെ സാറുമാരെ അക്കരെ അടുപ്പിച്ചത് ഞാൻ ഇങ്ങോട്ട് പോന്നു. കറണ്ട് പോയപ്പോ എന്ത് ചെയ്യായിരുന്നു? കറണ്ട് പോയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വള്ളത്തിൽ നിന്ന് 2 അടിക്കായിരുന്നു, വള്ളപ്പാട്ടും പാടി. അപ്പോ ഞാൻ വിളിക്കുമ്പോഴേ പൊന്നാടൻ ഓഫീസിലോട്ട് വരേണ്ടി വരും. പിന്നെന്താ, വരുമ്പോ കൊണ്ടുവരാലോ. നല്ലതായിരിക്കണം. പൊന്നാടനല്ലേ കൊണ്ടുവരുന്നത്, നല്ല പൊന്നു പോലത്തെ സാധനമായിരിക്കും. ശരി. ആട്ടെ സാർ. പൊന്നാടാ, ഓ നീ വാ. ഈ ബോഡി ആദ്യം കണ്ടതാരാ? ഞാനല്ലേ ആദ്യം കണ്ടത്. ഞാൻ കണ്ടതിന് ശേഷമല്ലേ ശശിനൊക്കെ വിളിച്ചു വരുത്തത്. അല്ലടെ ശശി, ചോദിച്ചു നോക്കിയേ. കേറ്. ശരി സാറേ. കേറ്. സുരേഷേ പിടിച്ചു കയറ്റും. ശശിയേ പണി പാളിയടാ. കേറ് പൊന്നാടാ. ടിവിക്കാരൊക്കെ കാണുന്നല്ലേ, ഒരു ഷർട്ട് ഇടിച്ച് കൊണ്ടുപോ സാറേ. കേറ് കേറ്. താനതിലേ വാ. ശശിയേ. സതീശ, നീ ഇപ്പൊ ഇവിടെയാണോ? എന്തുണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. ആരാ മനസ്സിലായില്ല? അപ്പൊ സതീശനല്ലേ? ആള് മാറി. ആ PSC ഫയലിംഗ് അതേ ഫേസ് കട്ട്. ആരെ കാണാനാ? ഞാൻ മുകുന്ദൻ മേനോൻ. സാറുണ്ടോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? നോ. എന്നെ വിളിപ്പിച്ചായിരുന്നു. DYSP സാറായിരിക്കും. യാ യാ. ആ മുകളിലോട്ട് നിന്നാട്ടെ. താങ്ക് യു. അതെ, ഡോ എന്താ ബാഗില്? കാശായിരിക്കും. കാശിറക്കിയിട്ട് കാര്യമൊന്നുമില്ല.
കാശും കൊണ്ട് അങ്ങോട്ട് നിന്നാലേ സാറ് പിടിച്ച് അകത്തിടും. ഇത് കൈക്കൂലി ഒന്നും അല്ല, ഇതിൽ കുറെ ഡോക്യുമെന്റ്സാ. എന്നാ പിന്നെ ആ വണ്ടി ഒന്ന് മാറ്റിയിട്. DYSP സാർ എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ പറ്റില്ല. ശംഭു, സർ. ആ ബാഗിഞ്ഞതാ, വണ്ടി എടുത്തങ്ങോട്ട് മാറ്റിയിട്, ഞാനിപ്പോ വരാം. ആ. മോളിലേ നമ്മുടെ പയ്യനാ. DYSP സാറ് അകത്തുണ്ട്, കാത്തിരിക്കുക. എക്സ്ക്യൂസ് മീ സർ. നമസ്കാരമുണ്ട് സാർ. ആ ഇരുന്നാട്ട്. താങ്ക് യു. എന്തുവാ കടലാസൊക്കെ? വല്ല ദയാഹർജി വല്ലതും ആണോ? അല്ല സാറേ, ഇതെല്ലാം എൻ്റെ ഡോക്ടർമാരുടെ കുറിപ്പടിയും ലാബ് റിപ്പോർട്ടുമാണ്. ഒരു 10-12 ഡോക്ടർമാരെയാ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട്, ഞരമ്പ്, തല, മൂത്രാശയം, കിഡ്നി, ഓരോന്നിനും ഓരോ ഡോക്ടർമാരാ. എണ്ണിയാൽ ഒടുങ്ങാത്ത സൂക്കേടുകളുണ്ടേ. വരുമാനത്തിൽ നല്ലൊരു പങ്ക് മെഡിക്കൽ സ്റ്റോറിലും ആശുപത്രിയിലുമായിട്ടാണ് പോകുന്നത്. അതിനെന്താ കുഴപ്പം? സാറേ, പറഞ്ഞു വന്നത് മരുന്നിന്റെ പച്ചയില ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന്. ആയിക്കോട്ടെ. അല്ല, മനസ്സിന് ഒരേനക്കേടും തട്ടരുതെന്ന് ആ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ അടിച്ചാൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന. എന്തെങ്കിലും പറ്റിയ പെണ്ണുമ്പിളുടെ കാര്യം കഷ്ടമാ സാറേ. അവൾ ഒറ്റയ്ക്കായി പോവും. അവളാണേൽ ഒന്നിനും ആവതില്ലാത്തൊരു കൊച്ച. നമ്മുടെ നിർമ്മല ചേച്ചിയുടെ കാര്യമാണോ തന്നെ ഈ തന്നെ. പറയുന്നത്? അവൾ ഈ കാണുന്ന പട്ടും പകുട്ടും ഒക്കെ ഉള്ളൂ. പഞ്ചപാവ. പെണ്ണുമ്പിള്ളെ വലിയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. അത് മാത്രമല്ല സാറേ, ചോദ്യം ചെയ്യലിനിടയിൽ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ സാറും അതേ കയറി തൂങ്ങണ്ടായോ? ഓ, എന്തിനാ സാറേ വെറുതെ? എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞാനത് കുറെ കണ്ടതാ, അത് വിട്. പിന്നെ സാറിനതൊരു പുത്തിരി അല്ലല്ലോ. വിജിലൻസുകാർ കുറച്ചു കാലമായിട്ട് കുറയുകയല്ലായിരുന്നോ? ഏയ്, വിജിലൻസുകാർക്ക് അങ്ങനെയൊന്നുമില്ല. അവർ ഡീസന്റാ. നേരെ വാ നേരെ പോവും. അത് അവരുടെ രീതി. അവർ നമ്മൾ പറയുന്നത് മാത്രം കുറിച്ചെടുക്കും. അല്ലാതെ ചിലവന്മാരെ പോലെ കള്ളത്തരത്തിൽ റെക്കോർഡ് ചെയ്യുകയോ CD ആക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്തായാലും അറിയാതെ വഴിവിട്ട് പറഞ്ഞാൽ അവരത് ഓർമ്മിപ്പിച്ച് തിരുത്തുകയും ചെയ്യും. വലിയ ഡീസന്റ് അല്ലയോ വിജിലൻസുകാര്? അപ്പൊ ഈ കേസിലും സാറിന് വഴിവിട്ടെന്തോ പറയാനുണ്ട്. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാന് ഒരു അസുഖക്കാരനാണേ. മുകുന്ദൻ സാർ അങ്ങനെ വീശുന്ന പതിവുണ്ടോ? അത് പറഞ്ഞ അതൊരു വലിയ കഥയാ സാറേ. കഴിഞ്ഞ വർഷം വരെ ഞാൻ ഒരു തൊള്ളി കുടിക്കുകയില്ലെന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? വിരലൊന്ന് മുക്കി ഞാൻ നാക്കത്ത് വെച്ചിട്ടില്ല. അതിൻ്റെ മണം വന്നാൽ എനിക്ക് അപ്പോൾ ഓക്കാനും വരും. സത്യം പറയാമല്ലോ, ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ആ ബാറ് പൂട്ടിയ പിന്നെ ഞാനൊരു മദ്യപാനിയായിപ്പോയി. ദിവസം 2 എണ്ണം അടിക്കാതെ കിടന്നാൽ എനിക്കങ്ങോട്ട് ഉറക്കം വരത്തില്ല. അതുവരെ ഞാൻ നാട്ടുകാരെ കുടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സാറേ. പക്ഷെ അന്ന് മുതൽ ഞാൻ സ്വയം കുടിക്കാൻ തുടങ്ങി. ഇവിടെ പ്രതിച്ഛായ നന്നാക്കാൻ ഇറങ്ങിയ ചില അവന്മാരുടെ, ചില മുതലാളിമാരുടെ പറ്റില്ല ഞാനൊരു കള്ളുകൂടിയനായി തീർന്നത്. കൊള്ളാം. കുറച്ച് കഴിഞ്ഞിട്ട് സാറിനൊരു ആത്മകഥ എഴുതാം. നിങ്ങൾ എന്നെ കള്ളുകൂടിയനാക്കി വിറ്റുപോകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷറി അല്ലേ? അല്ലെങ്കിൽ പിന്നെ ബിവറേജിന്റെ മുന്നിൽ പോയി ഉന്താനം തള്ളാനും നിൽക്കണം. എത്ര കാലം ആളെ വിട്ട് വാങ്ങിപ്പിക്കുന്നേ, അല്ലയോ? സാറങ്ങനെ വാറ്റൂ. ഏയ്, എന്നാ ഇടയ്ക്ക് വാറ്റടിക്കണമെന്ന് തോന്നും ചിലപ്പോ, അല്ലേ? ഇല്ല സാറേ, എനിക്ക് അങ്ങനെ ഒരു ചിന്ത ദൈവം സഹായിച്ച് ഇന്നേ വരെ തോന്നിയിട്ടില്ല. എന്നാ തോന്നി. മുകുന്ദൻ സാറേ, നിങ്ങൾക്കങ്ങനെ തോന്നി. അതും നവംബർ 18 സ്വന്തം മകന്റെ എൻഗേജ്മെന്റ് നടന്ന ദിവസം തന്നെ സാറിന് വാറ്റടിക്കണമെന്ന് തോന്നി.
മാത്രമല്ല ആ ഫംഗ്ഷൻ നടന്ന വീടിന്റെ തൊട്ടടുത്തുള്ള കായൽ കടവിൽ വന്നിട്ടാണ് അങ്ങനെ തോന്നിയത്. അവിടെയാണ് കുഴപ്പം. ഞാൻ എല്ലാ കാര്യവും സമയവും കാലവും നോക്കി ചെയ്യണമെന്ന് പറയുന്ന പാർട്ടിയാണ്. പക്ഷെ ഇവിടെ സാറിന്റെ സമയവും തെറ്റി, കാലവും തെറ്റി. എന്തിനാ നിങ്ങളന്ന് അവിടെ കിടന്ന് കറങ്ങിയത്? എന്തുവാ സാറേ ഈ പറയുന്നേ? ഞാനങ്ങോട്ട് പോയിട്ടേ ഇല്ല. അന്ന് 2 എണ്ണം കൂടുതൽ വിട്ടേച്ച് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലായിരുന്നു. സുരേഷേ, സാർ. പൊന്നാടനെങ്കി വിളിച്ചേ. ശരി സാർ. പൊന്നാടനോ? അതാരാ? പൊന്നാടൻ വരട്ടെ. പൊന്നാടൻ ഉള്ളതുപോലെ പറയും. ചെല്ല്, വേഗം ചെല്ലടോ. ഇപ്പം ഓർമ്മ വരുന്നുണ്ടോ ഈ മുഖം? പൊന്നാടന്റെ വള്ളം ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, പക്ഷേ എവിടെയോ. എന്തോന്ന് സാർ ഇത്? ദൈവത്തിന് നിനക്കത് പറയുന്നോ? സാറിന് ഓർമ്മയില്ലേ? സാറും വേറൊരു ചേട്ടനും കൂടി എന്റെ വള്ളത്തിൽ കയറി എത്ര സമയം കഥയും കാര്യങ്ങളും പറഞ്ഞ് തുഴഞ്ഞോണ്ടിരുന്നത്? ഞാനോ? തുഴഞ്ഞുണ്ടോ? എന്താ സാറേ ഇത്? ഇതെന്തു പറ്റി? സാറല്ലേ എന്നോട് മറ്റവൻ കിട്ടുമോന്ന് ചോദിച്ചത്? നമ്മൾ തുഴഞ്ഞു പോയപ്പോ ടീച്ചറിന്റെ വീട്ടിൽ പാട്ടും പാർട്ടി എന്തിനാണെന്ന് ചോദിച്ചില്ലേ? പിന്നെ അവസാനം തെക്കേക്കടവിൽ കൊണ്ടുവന്ന് വിട്ടില്ലേ? സാറത് മറന്നോ? സാറിന്റെ ഒരു കാര്യം. സത്യമാ സാറേ, ഉള്ളതാ. ഇനി അത് സമ്മതിക്കാതിരുന്നിട്ട് എന്നാ കാര്യം? പുറത്ത് പറയാൻ ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. അതാ ഞാനൊന്ന് ഒളിച്ചു കളിച്ചേ. എന്റെ കൊച്ചിന്റെ ഉറപ്പല്ലായിരുന്നു. ഞാൻ പോയി. ഉള്ളതാ. സുരേഷേ, സാർ. പൊന്നാടനെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ചായയും കടിയും കൂടെ മേടിച്ചോട്. ഡോ വാ. സാറേ, പറഞ്ഞൊന്നും മാറ്റി പറഞ്ഞേക്കല്ലേ. ഉള്ളതാ. വള്ളം വാടോ. ഉള്ളതാ. സാറിന് അറിയത്തില്ല, മനസ്സിലാവത്തുമില്ല. അച്ഛന്റെ ധർമ്മസങ്കടം. ഒറ്റ ഒരുത്തനുണ്ടായിരുന്നുള്ളൂ. ഒറ്റ മോനായിരുന്നു. അവൻ തല തിരിഞ്ഞു പോയി എന്നറിഞ്ഞപ്പോ തകർന്നു പോയി സാറേ. ദിവസം മുഴുവൻ ആളും മേളവും ആഘോഷമായിട്ട് കൊണ്ടുകടന്ന എന്റെ ബാറടച്ചു പൂട്ടി ഷട്ടറിട്ടപ്പോ എന്റെ മനസ്സ് ഇത്രയും വിഷമിച്ചില്ല. പക്ഷെ അവൻ വഴിപഴിച്ചു പോയപ്പോ ഞാനങ്ങ് ഇരുന്നു പോയി. അപ്പോ ഒരു വാശിക്ക് അവനെ ഇറക്കി വിട്ടേച്ച് കുറെ ഷോയൊക്കെ കാണിച്ചെങ്കിലും ശരിക്കും ഞാൻ ഇരുന്നു പോയി സാറേ, ഇരുന്നു പോയി. അവനൊന്നേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, കേക്കട്ടെ അച്ഛന്റെ ധർമ്മസങ്കടം. പറയണം സാറേ. അന്ന് ആ ഉറപ്പീരിന്റെ അന്നേ അവള് ചോദിച്ചതാ, നിർമ്മലേ. എന്ത്? അവളൊന്നു പോയി ആ ചടങ്ങിനൊന്ന് കൂടിക്കോട്ടെ എന്ന്. എന്നിട്ട് അവളെ ഞാൻ കുറെ തെറിയൊക്കെ പറഞ്ഞു. എന്നാലും വൈകുന്നേരം ആയപ്പോ എനിക്കും വീട്ടിലിരുന്നിട്ട് ഒരു ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു സാറേ. ഞാൻ ശംഭുവിനെ കൂട്ടി പോയി. ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണാമല്ലോ, അത്രേ വിചാരിച്ചുള്ളൂ.
ഓക്കെ, പക്ഷേ നിങ്ങളെ ഒന്ന് പൊന്നാടൻ അവസാനം കൊണ്ടിറക്കിയത് തെക്കേ കടവില. അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് പോയി? തിരിച്ച് പൊന്നാടന്റെ വള്ളത്തിൽ കയറിയിട്ടുമില്ല. സാറേ അത് പിന്നെ സാറേ തെക്കേ കടവ് പടിഞ്ഞാറേ കടവ്. ആ, തെക്കേ കടവിൽ നിന്നാണ് ഫംഗ്ഷൻ നടക്കുന്ന പടിഞ്ഞാറ കടവിലേക്ക് എളുപ്പം എത്താൻ പറ്റുക. ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾക്ക് പലതും സംശയിക്കാം. സാറേ അത് പിന്നെ അവിടെ കുറെ നേരം നിന്നിട്ടേ ഞങ്ങൾ തിരിച്ചു പോന്നു. ഉരുളല്ലേ സാറേ, ഉരുളല്ലേ. ഇത് വിജിലൻസ് അല്ല, ക്രൈം ബ്രാഞ്ചാ. ഡീസന്റ് ഇത്തിരി കുറവാ. എനിക്ക് ഓർമ്മ ഇച്ചിരി കുറവാ സാറേ. ആ, ഇവിടെ ഈ ശരീരത്തിലെ ഡാമേജ് ആകാത്ത എന്തേലും ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ഡാമേജ് ആകും. അപ്പോ ഓർമ്മശക്തി കൂടും. അത് പിന്നെ ഇത്തിരി പ്രശ്നമുള്ളൊരു കാര്യമാണ്. എനിക്ക് അവിടെ പുറത്തെറിഞ്ഞ കുടുംബകലഹം ഉണ്ടാവുന്ന ഒരു കേസാ. അതെന്ത് കേസാ? ഒരു ചിന്ന വീട്. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു സൗഹൃദം എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും മനോവിഷമം കൊണ്ട് അങ്ങനെ കൂടി. അത് ശരി. ആ, അങ്ങനത്തെ പ്രൈവറ്റ് കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ട് അലുമ്പാക്കത്തില്ല. അത് പണ്ട് എൻ്റെ ഒരു പോളിസിയാ. ആ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ ആ റൂട്ടിലൊക്കെ, എന്നിട്ട് അറിയിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പൊ പൊയ്ക്കോ. അപ്പൊ പോവാന്നോ? ആ, എന്റെ സാറേ സമാധാനമായി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നവുമില്ല. ഓക്കെ, താങ്ക് യു സാറേ.